ബാർസലോണയ്ക്ക് ഈ സീസണിൽ ഇനിയുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ബാർസലോണ ഈ സീസൺ പ്രോബബ്ലി ട്രോഫിലെസ് ആയിട്ട് പോകാനായിട്ടാണ് എല്ലാ സാധ്യതയും കാണുന്നത്. സൂപ്പർ കപ്പില്ല, കോപ്പ ഡെൽറേ നമ്മുടെ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ അൻവെസ്റ്റ് വൽവാഡയും സൈഡും കൊണ്ടുപോയി. ലലീഗ ഓൾമോസ്റ്റ് റയൽ മാഡ്രിഡ് 8 പോയിന്റ് ഗ്യാപ്പിലാണ്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് എന്നുള്ള മട്ടാണ്. ആൻഡ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് നമ്മൾ ബോട്ടിൽ ചെയ്തു എന്ന് പറയാമെന്ന് പറയത്തില്ല, ബട്ട് നമ്മുടെ കയ്യിലിരുന്ന വാച്ച് കൊണ്ട് കളഞ്ഞു എന്ന് നമുക്ക് ഗ്യാരൻറ്റീഡ് ആയിട്ട് പറയാം. സോ ടെക്നിക്കലി ഇപ്പോൾ പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ സീസൺ ട്രോഫിലെസ് ആയിട്ട് പോകും. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാവിനെ ഈ സീസൺ സ്റ്റേ ചെയ്യാനായിട്ട് ലപ്പോട്ടയും സംഘവും ലപ്പോട്ടമായി പുഷെന്ന് കേൾക്കുന്നു. ഇപ്പം കേൾക്കുന്ന മറ്റൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, സാവി നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ മേ ബി ബോർഡിലുള്ള മറ്റ് മെമ്പേഴ്സ് എടുത്തിട്ടുണ്ടെന്നും, എസ്പെഷ്യലി ഡെക്കോയൊക്കെ ആ ഒരു ഡിസിഷനിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് സ്ട്രോങ് റൂമേഴ്സ് ഉണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ലപ്പോട്ട സാവിനെ പ്രോബബ്ലി സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വളരെ മനസ്സിലുണ്ടെങ്കിലും ബോർഡില്ല. ആൻഡ് ബീയിങ് എ ബാർസലോണ ഫാൻ, എനിക്ക് സാവി സ്റ്റേ ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രോബബ്ലി യെസ്, അത് ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ മൂവ് ഓൺ ചെയ്യണമെന്ന് പല ഫാൻസും പറയുന്നുണ്ട്. പ്രോബബ്ലി അത് റൈറ്റാണ്. എന്തുകൊണ്ട് അത് റൈറ്റാണ്, അക്കാര്യത്തിൽ യാതൊരു തെറ്റും പറയാനായിട്ടില്ല. പക്ഷേ സാവി ഇവിടെ കാണിച്ചത് ഇപ്പം ലാസ്റ്റ് 2.5 സീസൺ ഇവിടെ നിന്ന് കാണിച്ചത് ഒട്ടും മോശമായ സംഭവമൊന്നുമല്ല. നമ്മളെ ക്വാർട്ടർ ഫൈനൽസിൽ എത്തിച്ചു. ഈ വർഷം ട്രോഫി ഒന്നുമില്ല, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിലുണ്ട്. ലാസ്റ്റ് ഇയർ ലലീഗയും സൂപ്പർ കപ്പ് നേടി. സോ ഓവറോൾ ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ആൻഡ് ആൾ വന്ന സീസണിൽ 9th സ്പോട്ടിൽ നിന്നും സെക്കൻഡ് നമ്മളെ ഫിനിഷ് ചെയ്യിപ്പിക്കുന്നു. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. എന്തായാലും സാവി നെക്സ്റ്റ് സീസൺ മൂവ് ഓൺ ചെയ്യും എന്നുള്ളൊരു ഡിസിഷനാണ് ഓൾമോസ്റ്റ് 95% എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. സോ നമുക്ക് ആ ഒരു പ്രാക്ടിക്കലി തിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. സോ ഈ സീസണിൽ ഇനിയും ഉള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ലെവൻഡോസ്കി സോഫാർ ബിഗ് ഗെയിംസിൽ നമ്മളെ കണ്ടിന്യൂസ് ഡിസപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാച്ചിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 8ഓളം ടച്ചുകളാണ്. കാരണം ഫസ്റ്റ് ടച്ച് മൂലം ആൾ ബോൾ കൊണ്ടുപോയി കളഞ്ഞത് 8 തവണയാണ്. ആളുടെ ആ ഒരു സിറ്റർ ഡിസിഷൻ ആ ലാസ്റ്റ് മൊമെൻറ്റ് നമ്മൾ കണ്ട്, പ്രോബബ്ലി ആൾ പാസ് ചെയ്യാതൊരു സെൽഫിഷ് മൂവ് അത് പോട്ടെ. ബട്ട് ലെവൻഡോസ്കി പോലത്തെ ഒരു പ്ലെയർ ഇപ്പം ഫോം ഔട്ട് ആവാം, പക്ഷേ 8 തവണ ആളുടെ പുവർ ടച്ച് കാരണം ബോൾ ഒപ്പോണൻ്റെ കൈ പോയി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. ഈ വർഷം ചാമ്പ്യൻസ് ലീഗിൽ ഓൾ ടൈം അല്ല, ബട്ട് ഈ ഇയറിലെ ചാമ്പ്യൻസ് ലീഗിൽ മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് എ പ്ലെയർ ബോൾ ലൂസ് ചെയ്തത് ആ മാച്ചിലാണ് ബിക്കോസ് ഓഫ് പുവർ ഫസ്റ്റ് ടച്ച്. കാരണം അത് നമ്മുടെ ലെവൻഡോസ്കി ആയിരുന്നു 8 തവണ. സോ ലെവൻഡോസ്കിയുടെ പെർഫോമൻസുകൾ ബിഗ് ഗെയിംസിൽ ഡിസപ്പോയിൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതൊരു ഫാക്റ്റാണ്. ആൻഡ് ഈ സീസൺ ഇപ്പം നമ്മൾ ഒരു കാര്യം തിങ്ക് ചെയ്യണം, പ്രോബ്ലി നെക്സ്റ്റ് സീസൺ നമ്മൾ ടൈറ്റിൽ ചാലഞ്ചിൽ കാണത്തില്ല, എന്തായാലും കാണത്തില്ല 90% ഇൻ യൂറോപ്പ്. ബട്ട് ലീഗിൽ നമ്മൾ ടൈറ്റിൽ ചാലഞ്ചിൽ എന്തായാലും ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ എയിം ചെയ്യേണ്ടത്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നമ്മൾ ലോങ് ടേം കുറച്ചുകൂടെ എയിം ചെയ്യണം. പ്രോബ്ലി ഒരു നെക്സ്റ്റ് 2 years കഴിഞ്ഞ് നമ്മുടെ ടീം ഒന്ന് സെറ്റാക്കാൻ സാധിച്ചാൽ നമ്മുടെ ടീമിൽ അപ്പോൾ ഈ ലെവൻഡോസ്കി ക്യാൻസലോ ഒക്കെ കാണുമോ എന്നുള്ളൊരു ചോദ്യം വേണം. കാരണം ക്യാൻസലോയുടെ കാര്യം ഞാൻ ഇപ്പം ലെവൻഡോസ്കിയുടെ കാര്യം പറഞ്ഞപ്പോൾ ക്യാൻസലോയുടെ കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ക്യാൻസലോ ബിഗ് ഗെയിംസിൽ ഡിസപ്പോയിൻമെൻ്റ് ആണ്. എന്തുകൊണ്ട് സിറ്റിയും ബയൺ മ്യൂണിക്കും പുള്ളി റിലീസ് ചെയ്തു എന്നുള്ളത്, ബയൺ മ്യൂണിക്ക് പെർമനൻ്റ് ആക്കിയില്ല, സിറ്റി റിലീസ് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം എന്തുകൊണ്ടാണ്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാളിലെ ഹെക്ടർ ഫോർട്ട് മുതലായ താരങ്ങളെ നമ്മൾ റൂം ചെയ്ത് ഡെവലപ്പ് ചെയ്യുക. കാരണം ബിഗ് ഗെയിംസിൽ ക്യാൻസലോ കണ്ടിന്യൂസ് ഡിസപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് അവർക്ക് മിനിറ്റ്സ് കൊടുക്കുന്നതല്ല. എന്തുകൊണ്ട് അവരെ യൂസ് ചെയ്യുക, അവർക്ക് മിനിറ്റ്സ് കൊടുക്കുക, അവർ ഗ്രൂം ചെയ്താൽ പ്രോബ്ലി സെറ്റായാലും ലോങ് ടൈമിലേക്ക് നമുക്കൊരു സൊല്യൂഷനാണ്. ക്യാൻസലോനെ സൈൻ ചെയ്യുകയാണ്, പെർമനൻ്റ് ആക്കുവാണെങ്കിലും കൂടി പോയി 2 വർഷം, അതിൽ കൂടുതലൊന്നും ക്യാൻസലോ ബാർസലോണ ടീമിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ബിഗ് ഗെയിംസിൽ ആൾ ഉറപ്പായിട്ട് മിസ്റ്റേക്സ് വരുത്തും. ഒരു ക്രൂഷ്യൽ ക്ലച്ച് ഗെയിമിലൊക്കെ, ഒരു കപ്പ് ഫൈനലിലോ അല്ലെ സെമി ഫൈനൽസിലോ ഒക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ടീം തോക്കുന്നുണ്ടെങ്കിൽ പ്രോബ്ലി ഡിഫെൻസീവ്ലി ഒരു എറർ വരുത്താനായിട്ട് ഏറ്റവും സാധ്യതയുള്ള പ്ലെയർ ക്യാൻസലോ ആയിരിക്കും. പ്രോബ്ലി ആ ക്യാൻസലോ ത്രൂ എററിലൂടെ ഒപ്പോണൻ്റ് ഗോൾ സ്കോർ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് കളി പോകാനായിട്ടും ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഇരിക്കെ വൈ നോട്ട് ട്രസ്റ്റ് എ യങ്സ്റ്റർ ലൈക്ക് ബാൾഡെ, ഇപ്പോൾ ഫിറ്റ് ആയിരുന്നു ബാൾഡെ, അല്ലെ ഹെക്ടർ ഫോർട്ട്, ഇവൻ റൈറ്റ് ബാക്ക് ആണല്ലോ ആൾ ലെഫ്റ്റ് ബാക്ക് കളിക്കുക, അങ്ങനത്തെയൊക്കെ പ്ലേയേഴ്സിനെ ഒന്ന് ട്രസ്റ്റ് ചെയ്ത് അവർക്ക് കൂടുതൽ മിനിറ്റ്സ് കൊടുത്ത് പ്രോബ്ലി അത് നോക്കുക. നമുക്കിപ്പോൾ ഈ ഫണ്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ ക്യാൻസലോനെ പെർമനൻ്റ് ആക്കണോ എന്നൊരു ഡിസിഷനും കൂടെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. പ്രോബ്ലി ആളുടെ ചില സമയത്ത് പെർഫോമൻസ് കാണുമ്പോൾ ക്യാൻസലോനെ മിക്കാൻ ഒരു 20-25 മിനിറ്റ് പെർമനൻ്റ് ആക്കിയാൽ കൊള്ളാമെന്നൊരു മൈൻഡ് വന്നെങ്കിലും, പക്ഷേ ഞാൻ പിന്നീട് ഇരിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ട്രോഫീസാണ്, ബിഗ് ഗെയിംസിൽ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസിനാണ്. സോ ഇപ്പോൾ ക്യാൻസലോ ഒട്ടും അത് പ്രൊവൈഡ് ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കെ അതിനും വേറെ യങ്സ്റ്റേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ബാൾഡയും ഹെക്ടർ ഫോർട്ടും പ്രോബ്ലി എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഡിഫെൻസീവ്ലി ക്യാൻസലോയുടെ അത്ര വൾണറബിൾ ആയിരിക്കത്തില്ല. ബിക്കോസ് ഗോയിങ് ഫോർവേഡ് ഉറപ്പാണ് ക്യാൻസലോ ഹ്യൂജ് ബെനിഫിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ബിഗ് ഗെയിംസ്
ക്യാൻസലോ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ വൈ നോട്ട് ട്രസ്റ്റ് ബാൾഡെ ആൻഡ് ഹെക്ടർ ഫോർട്ട് അവർക്ക് കൂടുതൽ മിനിറ്റ്സ് കൊടുക്കുക. ക്യാൻസലോ നമ്മൾ ഈ ഫണ്ട് ഇത്രയും ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ പെർമനൻ്റ് ആക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ജെനുവിനാണ്. ആൻഡ് ലെവൻഡോസ്കിയുടെ കാര്യം പറഞ്ഞു. സോ എനിക്ക് ഇനിയും അവൈലബിൾ റിമൈനിങ് ഓഫ് ദ സീസണിൽ എനിക്ക് കാണാൻ ആഗ്രഹമുള്ളത് നമ്മൾ കൂടുതലും വിക്ടർ റോക്കിനെയും മാർഗുവിനെ യൂസ് ചെയ്യുന്നതാണ്. മാർഗുവിലും കൂടുതൽ വിക്ടർ റോക്ക്. എനിക്ക് വിക്ടർ റോക്കിനെ കണ്ടിന്യൂസ് സാവി ഓഫ് ദ ബെഞ്ച് അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സിലും പെർ മാച്ച് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ നെക്സ്റ്റ് സീസൺ മുതൽ മേ ബി ലെവൻഡോസ്കിയെ വെച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ മാർഗുയി വിക്ടർ റോക്കിനെ കൂടുതൽ ടീമിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ആൻഡ് മേ ബി നെക്സ്റ്റ് സീസൺ സൗദി അറേബ്യ ഇതൊരു ഹ്യൂജ് ഓഫർ വന്നാൽ ലെവൻഡോസ്കിനെ സെല്ല് ചെയ്യുന്ന കാര്യം ബാർസ പരിഗണിക്കും. പക്ഷേ ലെവൻഡോസ്കി എന്തായാലും പോകത്തില്ല. ലെവൻഡോസ്കി ബാർസയെ പിടിച്ച് കടിച്ച് 2026 ഒരു കോൺട്രാക്ട് ഉണ്ട്. ആളിവിടെ നിൽക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആളുടെ ഡിസിഷൻ എടുത്തു. ആളുടെ വൈഫും ബാർസലോണ ഹാപ്പിയാണ്. ആളിവിടെ സെറ്റിൽ ആവാൻ തന്നെയാണ് പ്ലാൻ. സോ അവരെന്തായാലും പോകത്തില്ല. സൗദി അറേബ്യ നമ്മളിപ്പോൾ ലെവൻഡോസ്കിൻ്റെ നെക്സ്റ്റ് സീസൺ സൗദി അറേബ്യയിലോട്ട് വിൽക്കുന്ന ആരും ആലോചിക്കുക വേണ്ട. എന്തായാലും ലെവൻഡോസ്കിയും ഫാമിലിയും സൗദി അറേബ്യയിലോട്ട് നീങ്ങുന്ന ആരും ആലോചിക്കുന്നില്ല. സോ ആളിവിടെ തന്നെ കാണും. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മൾ വിക്ടർ റോക്കിനെ മാർഗുവിനെ കൂടുതൽ യൂസ് ചെയ്യണം. ഈ സീസൺ എസ്പെഷ്യലി വിക്ടർ റോക്കിനെ കണ്ടിന്യൂസ് എല്ലാ മാച്ചസും ഇനി കാണാം. മേ ബി ചില മാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നതും കണ്ടേ പറ്റും. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം യമാലിൻ്റെ കാര്യമാണ്. സോ യമാലിനെ നമ്മൾ ഫസ്റ്റ് ടീം പ്ലെയർ ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മുടെ സ്റ്റാർട്ടർ ആയിരിക്കുന്നത്. നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ടിലും യമാൽ നമ്മുടെ സ്റ്റാർട്ടർ ആയിരിക്കരുത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ റഫീനെ പ്രോബ്ലി നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു അറ്റാക്കർ ആരാന്ന് ചോദിച്ചാൽ വിളിച്ച റഫീന. ഇപ്പം ജോ ഫെലിക്സിനെ പെർമനൻ്റ് ആക്കിയില്ലെങ്കിൽ നോ പ്രോബ്ലം. ഇപ്പോൾ നമ്മളൊരു പ്ലെയറിനെ സെല്ല് ചെയ്യണമെന്നാണെങ്കിൽ വിളിച്ച ഫെറാൻ ടോറസ് ഹസ് ബീൻ സാവിയും ട്രസ്റ്റ് ചെയ്യുന്നതിനെ വരുന്ന മാനേജറിനെ ആരാണ് ട്രസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് റഫീനെ കീപ്പ് ചെയ്യണോ ഫെറാൻ ടോറസിനെ കീപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ വിളിച്ച കീപ്പ് റഫീന. ആൻഡ് നമുക്കൊരു വിങ്ങർ വേണം. നമുക്കൊരു പ്രോപ്പർ പ്യുവർ പേസ് ഉള്ള വിങ്ങറാണ്. യമാലിനെ ഇപ്പോഴും ഫസ്റ്റ് ടീം പ്ലെയറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഒരിക്കലും നമ്മുടെ സ്റ്റാർട്ടർ ആയിരിക്കരുത് നെക്സ്റ്റ് സീസണിൽ. സോ യമാൽ ഓഫ് ദ ബെഞ്ച് യൂസ് ചെയ്യുന്ന ഒരു ടാലൻ്റ് ആയാൽ മതി. ഇപ്പം നമ്മളിപ്പോൾ യമാലിനെ ഒരു ഫസ്റ്റ് ടീം പ്ലെയറായിട്ട് കൺസിഡർ ചെയ്യുക വേണം. അത് നമുക്കൊരു പ്യുവർ പേസി വിങ്ങറിനെ എടുത്തേ പറ്റൂ. ഇപ്പോൾ ബെർണാഡോ സിൽവ 50 മില്യൺ അവൈലബിൾ ആണ്. എടുക്കാൻ പറ്റുവാണെങ്കിൽ ഗുഡ്. ബട്ട് ഞാൻ പറയുന്നത് ഒരു പ്യുവർ വിങ്ങർ. ഇപ്പം കഴിഞ്ഞ കളിയിൽ ബർക്കോള പോലത്തേക്ക് ഒരു പ്രൊഫൈൽ നമ്മുടെ ബാർസലോണ ടീമിലുണ്ടോ യമാൽ പറയുവാണെന്ന്. ബട്ട് യമാലിനെ കൺസിഡർ ചെയ്യരുത്. ഈസ് നോട്ട് എ ഫസ്റ്റ് ടീം പ്ലെയർ. ഒരു ബർക്കോള പോലത്തെ, ഒരു ഡെമ്പല്ലെ പോലത്തെ, ഒരു എംബാപ്പെ പോലത്തെ ഒരു പേസ് മെർച്ചൻറ്റ്, ഫിനിഷ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, ഓപ്പോണൻറ്റ് ഡിഫൻസിനെ ഓപ്പൺ അപ്പ് ആക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ. റഫീനയ്ക്ക് പേസ് ഇല്ലെന്നല്ല, ബട്ട് റഫീന ഈസ് നോട്ട് ദാറ്റ് സ്പീഡ്സ്റ്റർ അല്ലേ. ബർക്കോള പോലെ, എംബാപ്പെ പോലെ, ഡെമ്പല്ലെ പോലെ ഒരു സ്പീഡ് മോൺസ്റ്റർ അല്ല റഫീന. അതൊരു ഫാക്റ്റാണ്. ആൻഡ് നമുക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു പ്ലെയറിനെയാണ്. മേ ബി ഇപ്പം നിക്കോ വില്യംസ് പോലത്തെ, അല്ലെ ഇവൻ റാഫേലിയോ പോലത്തെ അതൊക്കെ എടുക്കുമെന്നല്ല. ബട്ട് നിക്കോ വില്യംസ് പ്രാക്ടിക്കലി പോസിബിൾ ആയ ഒരു സൈനിങ് ആണ്. അങ്ങനത്തെ ഒരു പേസി വിങ്ങറിനെ നമ്മൾ എടുത്തേ പറ്റൂ. അറ്റ് ഓൾ കോസ്റ്റ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, നല്ല ഡിസിഷൻ മേക്കിംഗ് ഉള്ള, ഒരു ഒപ്പോണൻറ്റ് ഡിഫൻസിനെ ഓപ്പൺ അപ്പ് ആക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പേസ് ഉള്ള ഒരു പ്ലെയർ. ലൈക്ക് ഇപ്പം സിറ്റിക്ക് അഗേൻസ്റ്റ് റയലിന് അഗേൻസ്റ്റ് ഡോക്ക് വന്നിട്ടുണ്ടാക്കി ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെ ഒരു ഓഫ് ദ ബെഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ ചില സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ഓപ്പണൻറ്റ് ഡിഫൻസിനെ ഓപ്പൺ അപ്പ് ആക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പേസി വിങ്ങർ വന്നേ പറ്റൂ. സോ ഇഫ് നിക്കോ വില്യംസ് 50 മില്യൺ അവൈലബിൾ ആണ്, നമ്മൾ നോക്കേണ്ട ഒരു പ്രൊഫൈലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം പോസിബിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു സാഹചര്യമാണ് അത്. സോ എൻ്റെ ഒപ്പീനിയൻ പ്രോബ്ലി ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊരു, ഇപ്പോൾ റഫീനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിൽ റഫീനെയും യമാലിനെയും യൂസ് ചെയ്യാൻ മാറി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പ്രോബ്ലി നമുക്കൊരു പേസി വിങ്ങറിനെ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ആൻഡ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, എന്തൊക്കെ പറഞ്ഞാലും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാതെ നെക്സ്റ്റ് സീസൺ ബാർസലോണയ്ക്ക് പോകാനേ സാധിക്കത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാതെ അടുത്ത വർഷം കളിക്കാൻ ഇറങ്ങുന്ന കാര്യം ബാർസലോണ ആലോചിക്കുക വേണ്ട. അറ്റ് ഓൾ കോസ്റ്റ് ആരാണ് ഇനി സുബിമെൻഡിയെങ്കിൽ സുബിമെൻഡി ആണ് എല്ലാവരെയും പ്രിഫേർഡ് ചോദിച്ചത്. സുബിമെൻഡിയെങ്കിൽ സുബിമെൻഡി, ഒനാനെങ്കിൽ ഒനാന, ആരെയും ജസ്റ്റ് സൈൻ എ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ആൻഡ് ഇങ്ങനത്തെ റൊമയോ പോലത്തെ ഒരു തട്ടിക്കൂട്ട് സൈനിങ്ങൾ നടത്താതിരിക്കുക, അതിനും ഭേദം സൈനിങ് ചെയ്യാതിരിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടും ഇപ്പോൾ ജോർജിനോയുടെ പേരൊക്കെ ലിങ്ക്ഡായി കാണുന്നുണ്ട്. നമ്മൾ അതിന് പുറകെ പോകരുത്. അതിലും ഭേദം ടെസ്റ്റ് അക്കാഡമിയിൽ നിന്നാണല്ലോ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ എടുക്കുക, ചെക്കനെ വെച്ച് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഈ ജോർജീനോ പ്രൊഫൈലിലൊക്കെ പോകുന്നതിലും ബെറ്റർ അത് തന്നെയാണ്. കാരണം ഒരു ഷോർട്ട് ടൈം സൊല്യൂഷനായിട്ട് 1 വർഷം 2 വർഷത്തേക്കൊക്കെ ആയിട്ട് ജോർജീനോ അതൊന്നും വേണ്ട. അതിലും ഭേദം നമ്മളിപ്പോൾ അക്കാഡമി എന്നുള്ള ഏതെങ്കിലും പയ്യനെ, അറ്റ്ലീസ്റ്റ് കസാഡോനെ ആരെങ്കിലും എടുത്തുകൊണ്ട് അവിടെ ഇട്ടിട്ട് കളിപ്പിക്കുന്നതായിരിക്കും. കാരണം നമുക്ക് ലോങ് ടൈം, അഥവാ 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ ടീം സെറ്റ് ആവണം. നമ്മൾ ആ ഒരു വിഷന് മുന്നോട്ട് പോകണം. ആൻഡ് ഗുണ്ടകൻ ഡെഫിനറ്റ്ലി ആൾ 30+ ആണ്. പക്ഷേ എന്നാലും ഐ തിങ്ക് ഗുണ്ടകൻ ആ ടീമിൻ്റെ ഈവൻ ദോ പിച്ചിലെ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ ഗുണ്ടകൻ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഗുണ്ടകനാണ് ആ ഒരു ക്യാപ്റ്റൻസി ഇത് നമുക്ക് പിച്ചിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഗുണ്ടകൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഗുണ്ടകൻ അറോഹോ ഇഷ്യൂ അല്ല, ഗുണ്ടകൻ പോസ്റ്റ് മാച്ച് അറോഹോൻ്റെ ആ ഒരു ഫൗളിനെ കുറിച്ച് പറഞ്ഞത് അറോഹോ നല്ലതായിട്ട് എടുത്തിട്ടില്ല, ആൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. സോ ടീമിനുള്ളിൽ ഇഷ്യൂ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അത് അവിടെ തീർന്നു. ഒരു എക്സ്പീരിയൻസ് പ്ലെയറെ ഗുണ്ടകൻ അറോഹോന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമെന്ന രീതിയിൽ കണ്ടാൽ മതി. മേ ബി
അത് അവിടെ തീർന്നു. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് കോച്ചിൻ്റെ കാര്യത്തിലൂടെ വരുമ്പോൾ ഇപ്പോൾ റാഫ മാർക്കസിൻ്റെ പേര് കേൾക്കുന്നു. കൂടാതെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു കാര്യം, ഹാൻസി ഫ്ലിക്കിനെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഏജൻ്റ് പിന്നെ സഹാവിയ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കണ്ടിന്യൂസ് പുഷ് ചെയ്യുന്നുണ്ട്. ബാർസലോണ ജോബിന് വേണ്ടിയാണ് പുള്ളി വെയിറ്റ് ചെയ്യുന്നത്, മറ്റേ മറിച്ചെന്ന് പറഞ്ഞു. ആൻഡ് ലപ്പോട്ട പുള്ളി ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ട് ലപ്പോട്ട. പക്ഷേ ബോർഡിലുള്ള മറ്റ് പലരും അദ്ദേഹം വരുവാണെങ്കിൽ പ്രോബ്ലി നമ്മുടെ പ്രിൻസിപ്പൾസിൽ നിന്ന് മാറിപ്പോകും. പ്രോബ്ലി നമുക്ക് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. കാരണം ഹീ ഈസ് ഗോയിങ് ടു ഡിമാൻഡ് മോർ സൈനിങ്സ്. പിന്നെ കൂടാതെ ഫിസിക്കലായ ടോളായ സ്ട്രോങ് ആയ ആളുടെ ഒരു ശൈലിക്ക് വേണ്ട പ്ലേയേഴ്സ് ഉണ്ട്, അത് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. ബട്ട് നമുക്ക് കൂടുതലും ടെക്നിക്കലി സ്കിൽഫുൾ പ്ലേയേഴ്സ് ആണുള്ളത്. സോ നമ്മുടെ ഇപ്പോഴത്തെ ഫൈനാൻസ് സിറ്റുവേഷൻ വെച്ച് പുള്ളി വന്നാൽ പ്രോബ്ലി കുറേ സൈനിങ്സിന് വേണ്ടി പുള്ളി ഡിമാൻഡ് ചെയ്യും. നമ്മുടെ അക്കാഡമി എന്നുള്ള പ്ലേയേഴ്സിനെ പുള്ളി പ്രൊമോട്ട് ചെയ്യുന്നത് മേ ബി ബ്ലോക്ക് ആക്കും എന്നൊക്കെ പറഞ്ഞൊരു റൂമർ കേൾക്കുന്നുണ്ട്. സോ അതിനാൽ തന്നെ നമ്മൾ എന്തുകൊണ്ടും റാഫ മാർക്കസിനെ ആയിരിക്കും എന്തുകൊണ്ടും ബെറ്റർ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് പല ബോർഡ് മെമ്പേഴ്സും ആൻഡ് ഡെക്കോ, എസ്പെഷ്യലി ജക്കോയും കൂടാതെ നമുക്കറിയാം ജോർജ് മെൻഡസ് ഇപ്പം എനിക്കത് സത്യമായ ഒരു ദേഷ്യമാണ് കേട്ടോ. ഈ ജോർജ് മെൻഡസ് എന്തിന്, ഒരു ഏജൻ്റായ ജോർജ് മെൻഡസ് എന്തിന് ബാർസലോണ എന്ന് പറയുന്ന ക്ലബിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല? പോട്ടെ, എന്തിന് ഇത്രയും ഫ്രീഡം കൊടുക്കുന്നു? ജോർജ് മെൻഡസ് പുഷ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് ഈ റാഫ മാർക്കസിന് വേണ്ടി. എന്തിന്? അതാണ് എനിക്ക് മനസ്സിലായിട്ടോ. എന്തിന് ഇത്ര പവർ ഈ ജോർജ് മെൻഡസിന് കൊടുക്കുന്നു? ഈ ജോർജ് മെൻഡസിന് വേണ്ടി എന്ത് പ്ലീസ് ചെയ്യാനായിട്ടാണ് ഈ ഇത്രയും ഇത് കൊടുക്കുന്നത്? ലോകത്തൊരു ക്ലബിലും കാണാത്ത സംഭവമാണ് ഈ ഒരു ഏജൻറ്റിന് ക്ലബിൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഇത്രയും പവർ കൊടുക്കുക. റാഫ മാർക്കസിന് ഇപ്പം ജക്കോ പുഷ് ചെയ്യുന്നുണ്ട്, ബട്ട് ജോർജ് മെൻഡസ് കണ്ടിന്യൂസ് ലപ്പോട്ടയെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആൾ മേ ബി ഒന്ന് മനസ്സ് മാറുന്നതെന്നൊക്കെ പറയുന്നത്. ഈ ജോർജ് മെൻഡസിന് എന്തിനാണ് ഇത്രയും പവർ? ഐ ക്യാനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഈ ജോർജ് മെൻഡസ് നമ്മുടെ ഫുട്ബോൾ ക്ലബിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്. ആൻഡ് ലപ്പോട്ട ഡിസിഷൻ എടുത്തേ പറ്റൂ. ഹി ക്യാനോട്ട് ഡു ദിസ്. പുള്ളി ജോർജ് മെൻഡസിന് ഇത്രയും പവർ കൊടുത്തു. ആൻഡ് ജോർജ് മെൻഡസ് റാഫ മാർക്കസിനെ സജസ്റ്റ് ചെയ്യുന്നു കേൾക്കുന്നു, പല ബോർഡ് മെമ്പേഴ്സും സജസ്റ്റ് ചെയ്യുന്നു, ജക്കോ സജസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് മെയിൻ റീസൺ ആൾ ടാലൻസിനെ ഡെവലപ്പ് ചെയ്യും. ആൾ ബാഷ അത്ലറ്റിയിൽ ചെയ്യുന്നത് എല്ലാവരും ഇമ്പ്രസ്ഡ് ആണ്. കൂടാതെ ആൾ മേ ബി വന്നാൽ നമ്മുടെ അക്കാഡമി എന്നുള്ള പ്രോസ്പെക്ട്സിനെ വെച്ച് തള്ളി നീക്കിക്കോളും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ. പക്ഷേ ബ്രോ, ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എത്ര നാൾ മുന്നോട്ട് പോകും? സാവി വന്നു, ഒരു എക്സ്പീരിയൻസും ഇല്ല, യൂറോപ്പിൽ വന്നു, ബട്ട് ഹീ ഡിഡ് വണ്ടേഴ്സ്. ഈ റാഫ മാർക്കസിനെ കുറിച്ച് മറ്റ് പല മീഡിയാസും, എസ്പെഷ്യലി ഈ ബാർസ ഫാൻ പേജസ് ഒക്കെ ഉണ്ടല്ലോ, ഈ സ്പാനിഷ് ഫാൻ പേജസും കൂടാതെ മീഡിയാസും ഈ ട്വിറ്ററിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ ഇപ്പം സ്പാനിഷ് പേജ്, ഇപ്പം റാഫ മാർക്കസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്ന ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് പുള്ളി ഒരു പ്രൂവൺ മാനേജർ. പ്രൂവൺ എന്ന് പറഞ്ഞാൽ പുള്ളിയിൽ ആ ഒരു വൈബ് ഇതുവരെ ബാർസ അത്ലറ്റിക് മാച്ച് കാണുമ്പോൾ ശരിയാണ് ടാലൻസ് ഇഷ്ടംപോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഓവറോൾ പെർഫോമൻസ് വെൻ ഇറ്റ് കംസ് ടു കോമ്പറ്റീഷൻസ് ബാർസ അത്ലറ്റിക് അത്ര സൂപ്പറായിട്ടൊന്നും പോകുന്നില്ല അണ്ടർ റാഫ മാർക്കസ്. ടാലൻസ് വരുന്നുണ്ട്, പ്ലേയേഴ്സിനെ അടിപൊളിയായിട്ട് റിക്രൂട്ട് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് വേണ്ടത് ഒരു പ്രൂവൻ പ്രോബ്ലി പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കോച്ച്. ഈ റാഫ മാർക്കസ് ഐ മൈറ്റ് ബി റോങ്. ഞങ്ങളും ഈ റിപ്പോർട്ടുകൾ വായിക്കുന്ന ഈ ഫാൻ പേജസ് എഴുതുന്ന എല്ലാം റോങ് ആയിരിക്കാം, ഈ ജേർണലിസ്റ്റുകളൊക്കെ എഴുതുന്ന എല്ലാം റോങ് ആയിരിക്കാം, നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ എല്ലാം തെറ്റായിരിക്കാം. പക്ഷേ അവൈലബിൾ ആയ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ നോട്ട് ദ ബെസ്റ്റ് സൊല്യൂഷൻ എന്നാണ് കേൾക്കുന്നത്. ഈ റാഫ മാർക്കസ് പോലത്തെ കോച്ചുകൾ എന്ത് ഗ്യാരണ്ടിയിലാണ് നമ്മൾ എടുക്കുക എന്നുള്ള ചോദ്യം. ഇപ്പോൾ സാവിനെ നമ്മൾ എന്ത് ഗ്യാരണ്ടിയിലാണ് കൊണ്ടുവന്നതെന്ന് അപ്പം ചോദിക്കേണ്ടി വരും. പെപ്പിനെ പണ്ട് കൊണ്ടുവന്നപ്പോൾ എന്ത് ഗ്യാരണ്ടിയാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ ചോദിക്കേണ്ടി വരും. സോ എന്തും സംഭവിക്കാം. പക്ഷേ കണ്ടിടത്തോളം അത് റൈറ്റ് അപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നുന്നില്ല. ഹാൻസി ഫ്ലിക്കും പ്രോബ്ലി റൈറ്റ് അപ്പോയിൻമെൻ്റ് അല്ല. പക്ഷേ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ലൂയിസ് എൻട്രിക്കിനെ കിട്ടുകയാണെങ്കിൽ ഐ ബി റിയലി ഹാപ്പി. പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല. ആൻഡ് യൂലിയൻ നാഗൽസ്മാൻ ഷുഡ് ബി എ പ്രൊഫൈൽ. നമ്മൾ നോക്കേണ്ട ഒരു പ്രൊഫൈലാണ്, പക്ഷേ എക്സ്പെൻസീവാണ്. യൂലിയൻ നാഗൽസ്മാൻ ഹൈലി ഡിമാൻഡിങ് ആണ്. എന്തുകൊണ്ട് ഇപ്പോൾ ഹാൻസി ഫ്ലിക്കിനേക്കാളും എല്ലാം ഡിമാൻഡിങ് ആക്കി വെച്ചാണ് യൂലിയൻ നാഗൽസ്മാൻ. ആൻഡ് ബയൺ മ്യൂണിക്ക് കണ്ടിന്യൂസ്ലി പുഷ് ചെയ്യുന്നുണ്ട്. സോ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ആൻഡ് മേ ബി പുള്ളിയുടെ പ്രിഫറൻസ് വാർസയല്ലായിരിക്കും. സോ അതിനാൽ തന്നെ നമ്മൾ ആ ഒരു അങ്ങോട്ട് നോക്കാതിരിക്കണം ബെറ്റർ എന്ന് പറയുന്നില്ല. നമ്മൾ നോക്കണം, പക്ഷേ നോക്കിയിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം റൂബൻ അമോറിയത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, ബട്ട് പുള്ളി ലിവർപൂളായിട്ട് ഓൾമോസ്റ്റ് ഡൺ ആണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ അതും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പുള്ളി ഇപ്പം കേൾക്കുന്നത് ഹാൻസി ഫ്ലിക്കിന് വേണ്ടി മാൻ യുണൈറ്റഡും ചെൽസിയൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് പറഞ്ഞു റിപ്പോർട്ട്. അത് ഈ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് ഇപ്പോൾ ബാർസലോണയുടെ മുമ്പിൽ പ്രഷർ ചെലുത്താനാണോ എന്ന് അറിയത്തില്ല. അവരുമായിട്ടൊക്കെ കോൺടാക്ട്സ് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊരു ഡിസിഷൻ അറിയണമെന്നുള്ള രീതിയിൽ പ്രഷർ ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ബട്ട് ഹി പ്രിഫേഴ്സ് ബാർസലോണ എന്ന് പറയുന്നു. നമുക്ക് നോക്കാം എന്താവുമെന്ന്. എന്താണ് നിങ്ങൾക്ക് കാണേണ്ടത്? റാഫ മാർക്കസിനെയാണോ അതോ ഹാൻസി ഫ്ലിക്കിനാണോ? ഈ രണ്ട് ഓപ്ഷനായിരിക്കും 90% നമ്മുടെ കോച്ചായിട്ട് വരാനായിട്ട് സാധ്യത. ആൻഡ് ഞാൻ പറഞ്ഞ മറ്റു ഒപ്പീനിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളത്? നമ്മൾ ഒരു 2 വർഷം മുൻകൂട്ടി കണ്ട് സൈനിങ്ങുകളും കൂടാതെ പ്ലേയേഴ്സിനുള്ള അവസരങ്ങളും കൊടുക്കണം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എസ്പെഷ്യലി എനിക്ക് ലെവൻഡോസ്കിയുടെ കാര്യത്തിലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ കൊള്ളുന്നുണ്ട്. നമ്മൾ വിക്ടർ റോക്കിനെ, മാർഗുവിനെ ഈവൻ അവർ മോശമായിട്ട് പെർഫോം ചെയ്താലും കൂടുതൽ മിനിറ്റ്സ് കൊടുക്കണം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.